ഹായ് മക്കളെ, നമ്മൾ പ്ലസ് ടു കെമിസ്ട്രിയിൽ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ വൺ ഷോട്ട് റിവിഷൻ എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്നുള്ള കുറച്ച് ന്യൂമറിക്കൽസിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കുകയാണ്. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 5 ന്യൂമറിക്കൽസ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. വളരെ രസകരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒറ്റയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. നോക്കണേ. കാൽക്കുലേറ്റ് ദ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹൂസ് റേറ്റ് കോൺസ്റ്റന്റ് ഇസ് 200 സെക്കൻഡ് റൈസ് ടു -1. ഇവിടെ എന്ത് തന്നിട്ട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ തന്നിട്ട് ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതും ആരുടെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ എന്താണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ലൈവാണ്, ലൈവല്ല, റെക്കോർഡാണ്, എങ്കിലും എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ ആണ്. കെയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 0.693 ഡിവൈഡഡ് ബൈ 200 ആണ്. തന്നിരിക്കുന്ന കാര്യം ആദ്യം എടുത്ത് എഴുതണം കേട്ടോ. കെയുടെ വാല്യൂ ഇതെന്നൊക്കെ എടുത്ത് എഴുതണം. ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ എഴുതണേ. ഓക്കെ, ഈക്വൽ ടു 0.003465 എന്നൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. അത്രയും സെക്കൻഡ് ആണ്, ടൈം അല്ലേ, അത്രയും സെക്കൻഡ് ആണ്. നമുക്ക് ഇതിന് വേണമെങ്കിൽ സയന്റിഫിക് നോട്ടേഷനിലോട്ട് മാറ്റാം. സയന്റിഫിക് നോട്ടേഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റിന്റെ ഫ്രണ്ടിൽ ഒരൊറ്റ നോൺ സീറോ ഡിജിറ്റ് എന്ന് വരണം. അതായത് 3.465 എന്ന് എഴുതാം. ഇതിന് 3.465 എന്ന് എഴുതാം. ഇൻറ്റു ഇവിടെ കിടക്കുന്ന ഡെസിമൽ പോയിന്റിന് 1, 2, 3 സ്ഥാനം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് 10⁻³ കുറയും, 10⁻³ അത്രയും സെക്കൻഡ്. റെഡി? ഇതൊക്കെ സിമ്പിൾ എക്സാമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാസ് എ റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ തന്നിട്ടുണ്ട്. ഹൗ ലോങ് വിൽ ടേക്ക് ഫോർ 500 gram ഓഫ് ദ റിയാക്ടൻ ടു ഡിക്രീസ് 5 gram ഓഫ് ദ റിയാക്ടൻ ടു റെഡ്യൂസ് ഡിക്രീസ് ടു 3 gram. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ, അതിൽ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് നോക്കണേ. വേറൊരു കാര്യം ഇവിടെ പറഞ്ഞുതരാം. ഇതിൽ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയറക്റ്റായി ഫസ്റ്റ് ഓർഡറിനെ തന്നിട്ടുണ്ട്. അങ്ങനെ തരാതെ കെ മാത്രം തന്നുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഓർഡറാണ് സീറോ ഓർഡർ എന്ന് അറിഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റനിൽ ഫസ്റ്റ് ഓർഡറിന് തന്നിട്ടില്ലെങ്കിൽ പോലും ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ്? റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് കണ്ടിട്ട്. കണ്ടോ? അപ്പോൾ ചോദ്യത്തിൽ ഇത് ഏത് ഓർഡർ ആണെന്ന് തന്നിരിക്കണമെന്ന് നിർബന്ധമില്ല. റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് മനസ്സിലാക്കിയെടുക്കണം അത് ഫസ്റ്റ് ഓർഡർ ആണെന്ന്. അതൊരു ഐഡിയ ആണ്. ഓക്കെ, ഇനി എന്താ ചോദ്യം? 5 gram റിയാക്ടന്റ് 3 gram ആവാൻ എടുക്കുന്ന സമയം എത്ര എന്നുള്ളതാണ്. 5 gram റിയാക്ടന്റ് ഉണ്ട്, 3 gram ആവാൻ എടുക്കുന്ന സമയം. ഇങ്ങനെ സമയമൊക്കെ ചോദിച്ചാൽ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനാണ്. കെയുടെ വാല്യൂ തന്നിട്ട് ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ടൈം തന്നിട്ട് കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ ഈ രണ്ട് സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് എന്താണ്? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ആരുടെയാണ്? ഫസ്റ്റ് ഓർഡറിന്റെയാണ്. ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കെ ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് R0/R ആണ്. R0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്നാണ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴത്തെ കോൺസെൻട്രേഷൻ ആണ്. R0 എത്രയാണ്? ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് 5 gram എന്നാണ്. ഇപ്പോഴത്തെ കോൺസെൻട്രേഷൻ റിയാക്ടൻസിന്റെ ഇപ്പോഴത്തെ കോൺസെൻട്രേഷൻ എത്രയാണ്? 3 gram ആണ്. അത് ക്വസ്റ്റൻ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. How long it take for 5 gram of the reactant to decrease 3 gram? 5 gram റിയാക്ടന്റ് 3 gram ആവാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 5 gram ആണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിൽ 2 gram തീർന്നു, ബാക്കി 3 ആണുള്ളത്. ബാക്കിയുള്ളതിന്റെ അളവാണ് നമുക്ക് വേണ്ടത്. ഇപ്പോഴുള്ളതിന്റെ അളവാണ് നമുക്ക് വേണ്ടത്. തീർന്നു പോയതിന്റെ അളവ് നമ്മൾ ഇവിടെ എടുക്കുന്നതിൽ നമുക്ക് എവിടെയും പറയേണ്ടതില്ല. ഇതേ ക്വസ്റ്റ്യൻ 5 gram റിയാക്ടന്റിൽ നിന്ന് 3 gram പോവാനെടുക്കുന്ന സമയം എന്ന് ചോദിച്ചാലോ? 5 gram റിയാക്ടന്റ് 3 gram പോയാൽ ബാക്കിയുള്ളത് 2 ആണ്. ഇപ്പോഴത്തെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 2 gram എന്ന് എടുക്കണം. മനസ്സിലായോ? 5 - 3 = 2 gram എന്ന് നമ്മൾ എടുക്കണം. അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. R എന്ന് പറയുന്നത് എത്രയാണ് എടുക്കുന്നത്? ചോദ്യം ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കണം എന്നർത്ഥം. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. 2.303 ഡിവൈഡ് ബൈ നമുക്ക് ടൈമാണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ ടി കൂട്ടിനെ അങ്ങോട്ടേക്ക് കിടക്കണം, കെ കൂട്ടിനെ ഇങ്ങോട്ടേക്ക് കിടക്കണം. ഓക്കെ, അങ്ങനെയുള്ള ഇക്വേഷൻ കൂടെ എഴുതണം. നമുക്ക് വേണ്ടത് ടൈമാണ്. എങ്കിൽ ടൈം ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ കെ ലോഗ് R0/R. ലോഗ് R0/R. 2.303 ഡിവൈഡഡ് ബൈ കെ എന്ന് പറഞ്ഞാൽ 1.15 ഇൻറ്റു 10⁻³ ഇൻറ്റു ലോഗ് R0/R എന്ന് പറഞ്ഞാൽ 5/3. 5/3 എത്രയും ചെയ്യുക, അതിൻ്റെ ലോഗ് കണ്ടുപിടിക്കുക. 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1.15 ഇൻറ്റു 10⁻³ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടൈം എഴുതുന്നുണ്ട്. ടൈം നമുക്ക് ഏകദേശം കിട്ടുന്നത് 440 സംതിങ് ആണ് കിട്ടുക, അല്ലെങ്കിൽ 444 എന്നൊക്കെ. നിങ്ങൾ എടുക്കുന്ന ഡെസിമൽ പോയിന്റിനെ ഇതിനൊക്കെ ഡിപ്പെൻഡ്, എടുക്കുന്ന ലോഗിൻ്റെ വാല്യൂനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിന് അപ്രോക്സിമേറ്റ് ആയിട്ടാണ് നിങ്ങളുടെ വാല്യൂ കിട്ടുന്നതെങ്കിൽ അത് ഓക്കെയാണ്. റെഡി അല്ലേ? ഇങ്ങനെയാണ് ടൈം കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്. വേഗം ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം, കാരണം രസകരമായിട്ട് ചോദ്യം വരാനിരിക്കുന്നുണ്ട്. A first order reaction takes 30 minutes. And the first order reaction takes 30 minutes for 50% completion.
50% കംപ്ലീഷന് 30 മിനിറ്റ് സമയമെടുത്തു. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ 50% തീരാൻ 30 മിനിറ്റ് സമയമെടുത്തു എങ്കിൽ 90% തീരാൻ എത്ര സമയമെടുക്കുന്നു? കാൽക്കുലേറ്റ് ദ ടൈം റിക്വയർഡ് ഫോർ 90% കംപ്ലീഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. അതിന് 90% തീരാൻ എടുക്കുന്ന സമയം എത്ര? എന്താണ് അവർ തന്നിരിക്കുന്നത്? 50% തീരാൻ വേണ്ടി 30 മിനിറ്റ് വേണമെങ്കിൽ 90% തീരാൻ എത്ര സമയം വേണമെന്നവർ ചോദിക്കുകയാണ്. 50% തീരുക എന്ന് പറയുന്നതിന് ഉറപ്പിച്ചത് ഹാഫ് ലൈഫ് അല്ലേ? 50% തീരുക എന്ന് പറഞ്ഞാൽ പകുതി തീരുക എന്നുള്ളതാണ്. റിയാക്ടൻസിന്റെ അളവ് പകുതി തീരാൻ എടുത്ത സമയം 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവർ പറയാതെ പറയുന്നത് ടി ഹാഫ് ആണ്. ടി ഹാഫ് എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. 30 മിനിറ്റ് ആണ്. 50% തീരാൻ 30 മിനിറ്റ് ആണെങ്കിൽ 90% തീരാൻ എത്ര സമയം എടുക്കുമെന്നാണ്. ഇവിടെ 30 മിനിറ്റ് എന്ന ടൈം 30 മിനിറ്റിൽ തന്നുകൊണ്ട് നമുക്ക് സമയം മിനിറ്റിൽ കണ്ടുപിടിച്ച് കൊടുക്കാം. അവർ 30 മിനിറ്റിൽ ടൈം മിനിറ്റിലാണ് തന്നിരിക്കുന്നത് എങ്കിൽ നമ്മൾ ടൈം കണ്ടുപിടിച്ച് കൊടുക്കാം, മിനിറ്റിൽ കണ്ടുപിടിച്ച് കൊടുക്കാം. ഇത് സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റണമെന്ന് നിർബന്ധമില്ല. ടൈമിനെ നമുക്ക് മിനിറ്റിലോട്ട് മാറ്റാം, അവറിലോട്ട് മാറ്റാം, ഡേയിലോട്ട് മാറ്റാം, ഇയർലിയിലോട്ട് മാറ്റുന്ന പ്രോബ്ലംസ് അടക്കം ഉണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് സെക്കൻഡിലോട്ട് മാറ്റുന്നത്. ക്വസ്റ്റിൽ അവർ പറയുന്നത് മിനിറ്റിലാണ്. അപ്പോൾ നമ്മൾ സമയം കണ്ടുപിടിച്ച് കൊടുക്കുന്നത് മിനിറ്റിൽ കണ്ടുപിടിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ടി ഹാഫ് ആണ് അവർ പറയാതെ പറയുന്നത്. ഈ ടി ഹാഫ് എന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് ഓർഡറിൻ്റെ ടി ഹാഫിൻ്റെ ഇക്വേഷൻ എന്താ? ഫസ്റ്റ് ഓർഡറിൻ്റെ ടി ഹാഫിൻ്റെ ഇക്വേഷൻ എന്താണ്? 0.693 ഡിവൈഡഡ് ബൈ കെ ആണ് അല്ലേ? ഈ 0.693 ഡിവൈഡഡ് ബൈ കെ എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് അല്ലേ? 30 മിനിറ്റ് അല്ലേ? എങ്കിൽ ഇതിൽ നിന്ന് കെ ഈക്വൽ ടു എന്ത് വരുമെന്ന് പറയാമോ? ഇതിൽ നിന്ന് കെ ഈക്വൽ ടു എന്ത് വരുമെന്ന് പറയാമോ? കെ ഈക്വൽ ടു എന്നാണ് വരിക. കെയിനെ അങ്ങോട്ടേക്ക് എടുക്കുന്നു, 30 മിനിറ്റിന് ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. അപ്പോൾ 0.693 ഡിവൈഡഡ് ബൈ 30 കെ ഈക്വൽ ടു 0.0231 മിനിറ്റ് റേസ് ടു -1. സെക്കൻഡ് റേസ് ടു -1 ആണ് ഇടുക. ഇവിടെ ടൈം മിനിറ്റിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മിനിറ്റ് റേസ് ടു -1. റെഡി? ഇതിൽ നിന്ന് കെ നമുക്ക് കിട്ടി. കെ കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 90% തീരാൻ എടുക്കുന്ന സമയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റ് ദ ടൈം റിക്വയർഡ് ഫോർ 90% കംപ്ലീഷൻ ഓഫ് ദ റിയാക്ഷൻ. 90% തീരാനെടുക്കുന്ന സമയം എത്ര എന്ന സമയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ റേറ്റ് കോൺസ്റ്റന്റ് അറിഞ്ഞിരിക്കണം. റേറ്റ് കോൺസ്റ്റന്റ് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റിൽ തന്നിട്ടില്ല, ഹാഫ് ലൈഫാണ് തന്നിരിക്കുന്നതെങ്കിൽ ഹാഫ് ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ എഴുതാനായിട്ട് പോകുന്നത് 90% തീരാനെടുക്കുന്ന സമയം എത്ര എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും സമയം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. ഇത് കെ ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് r0/r ആണ്. ആണോ? ലോഗ് r0/r ആണ്. നമുക്കിതിൽ വേണ്ടത് ആരെയാണ്? ടൈമിനെയാണ് വേണ്ടത്. അപ്പോൾ ടൈമിനെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു, കെയിനെ അങ്ങോട്ടേക്ക് എടുക്കുന്നു. റെഡി അല്ലേ? അപ്പോൾ ടൈമാണ് ഇവിടെ വേണ്ടത്. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തു. ഇതിൽ r0 മാറും തന്നിട്ടില്ല. 90% തീരാൻ എടുക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ആദ്യം എത്ര ഉണ്ടായിരുന്നു അവർ പറയുന്നില്ല. നേരത്തെ 5 ഗ്രാം 3 ഗ്രാം എന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല. ഇങ്ങനെ ക്വസ്റ്റിനിലെ റിയാക്ടൻസിന്റെ അളവ് പറഞ്ഞിട്ടില്ല എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ എഴുതേണ്ട r0 എന്ന് പറഞ്ഞാൽ 100 ആണ്. 100%. 100% ഫുൾ ഉണ്ടായിരുന്നു. റിയാക്ടൻസിൻ്റെ അളവ് ഫുള്ളാണ് എന്ന് പറഞ്ഞാൽ 100 എന്ന് കൊടുക്കുക, 100 എന്ന് കൊടുക്കുക. ഇനി ഇപ്പോഴത്തെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് എത്രയായിരിക്കും? ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 90% തീരാനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 90% തീർന്നു. ബാക്കിയുള്ളതിൻ്റെ അളവാണ് വേണ്ടത്. ബാക്കി വെറും 10%മേ ഉള്ളൂ. 90% ആവാൻ എത്ര സമയം വേണം എന്നല്ല ചോദിച്ചിരിക്കുന്നത്. 90% കംപ്ലീറ്റ് റിയാക്ട് ചെയ്യാൻ എടുക്കുന്ന സമയം. 90% കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനടുത്ത സമയം എത്ര എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന 100ൽ നിന്ന് 90 മൈനസ് ചെയ്ത് കളയുക. ബാക്കി 10ആണുള്ളത്. അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ പണി കിട്ടും. മനസ്സിലായോ? 2.303 ഡിവൈഡ് ബൈ കെ എന്ന് പറഞ്ഞാൽ 0.03231 ഇൻറ്റു ലോഗ് r0 100 ആണ് ഡിവൈഡ് ബൈ 10. ഇത് കാൽക്കുലേറ്റർ പോലും വേണ്ടി വരില്ല. കാരണം 100/10 എന്ന് പറഞ്ഞാൽ 10 ആണ്. ലോഗ് 10 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അത്രയും ഭാഗം 1 ആയിട്ട് പോയി. പിന്നെ ഇതും അപ്രോക്സിമേറ്റ്ലി വാല്യൂ ആണ്. ഇത് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് 100 എന്നാണ് കിട്ടുക. അപ്രോക്സിമേറ്റ്ലി എന്ത് കിട്ടും? 100 മിനിറ്റ് എന്ന് കിട്ടും. വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോ. ടൈം 100 മിനിറ്റ് അടുത്തായിരിക്കും നിങ്ങൾക്ക്. 100 എന്നല്ല, 100 മിനിറ്റിന് അടുത്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. റേറ്റ് കോൺസ്റ്റന്റ് K2 ഓഫ് എ റിയാക്ഷൻ അറ്റ് 310 കെൽവിൻ ഇസ് 2 ടൈംസ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് K1 അറ്റ് 300 കെൽവിൻ. 300 കെൽവിനിൽ റേറ്റ് കോൺസ്റ്റന്റ് K2 ആണ്. 300 കെൽവിനിലെ റേറ്റ് കോൺസ്റ്റന്റ് K1 ആണ്. 310 K2 ആണ്. K1 ഉം K2 തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾ നോക്കണേ. ആദ്യം 300 കെൽവിൻ ഉണ്ടായിരുന്നു. അത് 310 കെൽവിനായി. എത്ര കെൽവിൻ കൂടി? എത്ര കെൽവിൻ നമ്മൾ കൂട്ടി? 10 കെൽവിന് കൂട്ടി. 10 കെൽവിന് കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് എന്താവും എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ടെമ്പറേച്ചർ 10 ഡിഗ്രിയോ 10 കെൽവിനോ കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ആകും. K1ന്റെ ഡബിൾ ആണ് K2 എന്ന് പറയുന്നത്. ആണോ?
K1ന്റെ ഡബിൾ ആണ് K2 എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന കാര്യം ഞാൻ ഒന്ന് എഴുതുന്നു. നോക്കണേ, ആദ്യത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 കെൽവിൻ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആദ്യത്തെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ K ആണ്. എത്രയും തന്നിട്ടില്ല, അതുകൊണ്ട് K എന്ന് ഞാൻ കൊടുക്കുന്നു. രണ്ടാമത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 310 കെൽവിൻ ആണ്. എങ്കിൽ രണ്ടാമത്തെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റേറ്റ് കോൺസ്റ്റന്റിന്റെ ഡബിൾ ആണ്, 2K ആണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ട് ടെമ്പറേച്ചറും രണ്ട് റേറ്റ് കോൺസ്റ്റന്റ് തന്നാൽ ആക്ടിവേഷൻ എനർജി ചോദിക്കും എന്ന് ഞാൻ അന്ന് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ്. അവരുടെ ചോദ്യം അത് തന്നെയാണ്, ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അറേനിയസ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ടെമ്പറേച്ചറും രണ്ട് റേറ്റ് കോൺസ്റ്റന്റും ആക്ടിവേഷൻ എനർജി വരുന്ന ഇക്വേഷൻ ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? ലോഗ് K2/K1 is equal to EA/2.303 R 2.303 R into T2 minus T1 divided by T1 minus T1 divided by T1 T2. Log K2/K1 എന്ന് പറഞ്ഞാൽ 2K divided by K equal to EA എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, കണ്ടുപിടിക്കണമല്ലോ. ഡിവൈഡ് ബൈ 2.303 ഇൻറ്റു R എന്ന് പറഞ്ഞാൽ 8.314. എനർജിയൊക്കെ വരുന്ന കേസിൽ ആറിൻ്റെ വാല്യൂ 8.314 ആണ്. ഇൻറ്റു T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ 310 മൈനസ് 300 ഡിവൈഡഡ് ബൈ T1 T2 എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു 310. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് ആക്ടിവേഷൻ എനർജിയാണ്. ഇതിൽ ആരൊക്കെ വെട്ടിപ്പോകും നോക്കിക്കേ. ഫസ്റ്റ് കെയും വെട്ടിപ്പോയി, ബാക്കി log 2 ആണുള്ളത്. അപ്പോൾ log 2 എന്ന് പറഞ്ഞാൽ 0.3010 ആണ്. ഈ നമ്പർ ഇതൊക്കെ നമുക്കറിയാം. ആക്ടിവേഷൻ എനർജി EA ഈക്വൽ ടു എന്താണ് വരിക? ആക്ടിവേഷൻ എനർജി EA ഈക്വൽ ടു log 2 ഇൻറ്റു 2.303 ഇൻറ്റു 8.314 ഇൻറ്റു 300 ഇൻറ്റു 310 ഹോൾ ഡിവൈഡഡ് ബൈ ഇത് അത്രയേ ഉള്ളൂ. ഇത് വെറും 10 മാത്രമേ ഉള്ളൂ, അല്ലേ? 10 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് 53,598.59. അത്രയും ജൂൾ പെർ മോൾ എന്ന് കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ കിലോ ജൂളിലോട്ട് മാറ്റാം. 53.59 എന്നൊക്കെ എഴുതാം. റെഡി? അത്രയും കിലോ ജൂൾ എന്നൊക്കെ എഴുതാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നു. ഇതൊരു നല്ല രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കൂ. ഷോ ദാറ്റോ ഇതൊക്കെ മാത്സിലല്ലേ സാർ? ഷോ ദാറ്റ് for a first order reaction the time required for 90% completion is double of the time required for the completion of 90%. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ 90% തീരാനെടുക്കുന്ന സമയത്തിന്റെ ഡബിൾ ആണ് 99% തീരാനെടുക്കുന്ന സമയം എന്ന് തെളിയിക്കാനാണ് പറയുന്നത്. അതായത് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, അതിലെ 90% തീർന്നു, ബാക്കി 10% ഉള്ളൂ. അതിന് 1 മണിക്കൂർ സമയമെടുത്തു എന്ന് വിചാരിക്കും. ഇനി നമ്മളെന്താ വിചാരിക്കുക? 90% തീർന്നു, ഇനി വെറും 10% തീരാനുള്ളൂ എന്ന്. ഈ 10% പെട്ടെന്ന് തീരുമല്ലോ എന്നാണ്. അല്ല, ആ 10% വീണ്ടും ഒരു 9% തീരാൻ, അതായത് ബാക്കിയുള്ളതിൻ്റെ ഒന്നുമില്ലടാ. ഇവിടെ ഒരു 2 റിയാക്ഷൻ നടക്കുന്ന അങ്ങനെ ഒന്ന് വിചാരിക്കുക. 2 റിയാക്ഷൻ നടക്കുന്ന വിചാരിക്കാം ഒരേ സമയം കേട്ടോ. ഇവിടെ റിയാക്ഷൻ ഉണ്ട്, ഇവിടെ റിയാക്ഷൻ നടക്കുകയാണ്. ഈ റിയാക്ഷനിൽ റിയാക്ടൻസിന്റെ അളവ് 90% തീരാൻ വേണ്ടിയിട്ട് നമുക്ക് 1 മണിക്കൂർ സമയമെടുത്തുവെങ്കിൽ ഇതിന്റെ 99% തീരാൻ 2 മണിക്കൂർ സമയം എടുക്കുന്നു. എങ്ങനെ? നമ്മൾ വിചാരിച്ച പെട്ടെന്ന് തീരുന്നതാണ്. 90% തീർന്നല്ലോ, ഇനി ഒരു 10% ഉള്ളൂ, പെട്ടെന്ന് തീരും എന്ന് വിചാരിച്ചു. അങ്ങനെയല്ല. 90% തീരാൻ 1 മണിക്കൂർ എടുത്തുവെങ്കിൽ 99% തീരാൻ 2 മണിക്കൂർ സമയം എടുക്കുന്നു. അതെന്നാ പരിപാടിയാ അല്ലേ? എന്ന് തെളിയിക്കാനാ പറയുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനല്ലേ, ടൈമല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ K ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ T log R0/R അല്ലേ? log R0/R ആണ്. ഇതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഏതൊരു റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമുക്ക് ടൈമാണ് വേണ്ടതെങ്കിൽ കെനെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു, T അങ്ങോട്ടേക്ക് എടുക്കുന്നു. T ഈക്വൽ ടു 2.303 ഡിവൈഡ് ബൈ K log R0/R ആണ്. ഇതാണ് 90% കംപ്ലീഷൻ്റെയും 99% കംപ്ലീഷൻ നമുക്കൊണ്ട് കണ്ടുപിടിക്കാം. ആദ്യം ഞാൻ 90% കണ്ടുപിടിക്കാൻ പോകണം. ഫോർ 90% കംപ്ലീഷൻ ആണെങ്കിൽ R0 എത്രയാണ്, R എത്രയാണെന്ന് പറഞ്ഞേ. R0 എന്ന് പറഞ്ഞാൽ 100 കംപ്ലീറ്റ് ഉണ്ടായിരിക്കും അല്ലേ? R0 എന്ന് പറഞ്ഞാൽ എത്രയാ? R എന്ന് പറഞ്ഞാൽ എത്രയാ? 90% കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ബാക്കി ഇനി എത്രയേ ഉള്ളൂ? വെറും 10 ഉള്ളൂ. വെറും 10 ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈം T ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ K log R0 എന്ന് പറഞ്ഞാൽ 100/10. 100/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. log 10 എത്രയാണ്? 1 ആണ്. അപ്പോൾ ടൈം 90% കംപ്ലീഷൻ, ഇവിടെ 90% സിമ്പിൾ കൊടുക്കാം കേട്ടോ. ഫോർ 90% കംപ്ലീഷൻ ടൈം ഈക്വൽ ടു
2.303 ഡിവൈഡ് ബൈ കെ. 2.303 ഡിവൈഡ് ബൈ കെ. ഇത് 90% തീരാൻ എടുക്കുന്ന സമയമാണ്. അത്രയേ ഉള്ളൂ. കെ ഒന്നും തന്നിട്ടില്ലല്ലോ, ഞാൻ കണ്ടുപിടിച്ച് വയ്ക്കുക. 2.303 ഡിവൈഡ് ബൈ കെ ആണ്. ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് 99% കംപ്ലീഷൻ. ഫോർ 99% കംപ്ലീഷൻ, R0 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 99 തരാമോ? അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എത്രയായിരുന്നു R0 എന്ന് പറഞ്ഞാൽ? R0 എന്ന് പറഞ്ഞാൽ 100 ആയിരുന്നു. എങ്കിൽ അവിടുത്തെ R എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. R എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 99% കംപ്ലീഷൻ പറഞ്ഞാൽ 99 തീർന്നു. ബാക്കി എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. R എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. എങ്കിൽ T99% കംപ്ലീഷൻ ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ കെ ലോഗ് R0/R എന്ന് പറഞ്ഞാൽ 100/1. ലോഗ് 100 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ? 2.303 ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു 2. T99% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.303 ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു 2. ഈ 2.303 ഡിവൈഡഡ് ബൈ കെ എന്ന് പറയുന്നതല്ലേ ഇത്? എന്ന് പറയുന്നതല്ലേ എത്രയാണ്? 90% കംപ്ലീഷൻ അല്ലേ? അപ്പോൾ പറഞ്ഞത് എത്രയേ ഉള്ളൂ? T99% കംപ്ലീഷൻ ഈക്വൽ ടു ടൈം റിക്വയർഡ് ഫോർ 90% കംപ്ലീഷൻ ഇൻറ്റു 2 അല്ലേ? 90% തീരാനെടുക്കുന്ന സമയത്തിൻ്റെ ഡബിൾ ആണ് 99 തീരാനെടുക്കുന്ന സമയം. ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായേ? അടിപൊളി ചോദ്യമാണ്. ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ക്ലാസിനെ കുറിച്ചുള്ള താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്ത് വീഡിയോസിന് ഉടനെ നിങ്ങൾ കാത്തിരിക്കുക. അടുത്ത ലൈവ് വരുന്നുണ്ടായിരിക്കും. ഇന്ന ക്ലാസ് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എന്ത് ഞാൻ വേണ്ടി അടുത്ത കിട്ടില്ല ടോപ്പിക്ക് വേണ്ടി താങ്ക് യു.